ഇന്ന് ഞാനിതാ ഫിഷ് വെച്ചിട്ടൊരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഈവനിങ്ങിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം ആദ്യം തന്നെ ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി അതിലോട്ട് 2 സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത്. ഇപ്പോൾ ഇത് സവാള എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനതിലോട്ട് ഫിഷ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷാണ്. അത് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മുള്ളില്ലാത്ത ഏത് ഫിഷ് വേണമെങ്കിലും ഇതിന് വേണ്ടി എടുക്കാം കേട്ടോ, വേണ്ടിയെടുക്കാം. ഇനി ഞാനതാ ഫ്ലെയിം ഓഫാക്കി മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള മാവ് നേരത്തെ തന്നെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളതാണ്. ഞാനതിൽ 1 കപ്പ് മൈദയും 1/2 കപ്പ് ആട്ടപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുള്ള മാവാണ്. നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിതാ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയിട്ടുണ്ട്. വലുതാക്കി നൈസായി പരത്തിയെടുക്കാം. ഇനി ഒരു പാത്രം, ഒരു കട്ടർ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏതാണോ നമുക്ക് എത്ര അളവിലാണോ വേണ്ടത് വെച്ചാൽ അതേ അളവിലൊന്ന് എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിൽ ഇതുപോലെ ഓരോ സൈഡിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇതുപോലെ അറ്റത്തുനിന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തുറന്ന് വരും. അപ്പോൾ തീനെല്ലാം പുറത്ത് പോകും. അപ്പോൾ ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ സ്നാക്കും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ടായി. ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ സ്നാക്കും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 വശവും നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഈവനിങ്ങിനൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കാം.